അതെ, ഇന്നതേ ഇവൻ്റെ കഥയാണ് കേട്ടോ. ഇവൻ്റെ പേര് റോവർ എന്നാണ് കേട്ടോ. ഇവനെ നമ്മളിവിടെ ഒരു 3 മാസമായപ്പോഴാണ് കൊണ്ടുവരുന്നത്. ഇവൻ ഇപ്പം 6 വയസ്സ് കഴിഞ്ഞ്. ഇവൻ ഇന്ത്യൻ ചാമ്പ്യനാണ് കേട്ടോ. ഇവൻ ഒരുപാട് ഷോയ്ക്കൊക്കെ പോയിട്ടുള്ള, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഷോയ്ക്കൊക്കെ പോയിട്ടുള്ളതാണ്. ഇപ്പം പോകാറില്ല, ഇവനിപ്പം റെസ്റ്റാണ്. ഇപ്പം ഫുഡൊക്കെ അടിച്ച് ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നു. ഒരുപാട് വിന്നിങ്ങിന് പോയി ഒരുപാട് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ മോഡൽ എൻ്റെ ഫാമിൻ്റെ കെയർ ടേക്കറിൻ്റെ വൈഫാണ് കേട്ടോ. അവർ ഫാമിലിയാണ് ഇവിടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്കാണ് വരുന്നത്. അപ്പം നമുക്ക് എപ്പോൾ അവധി കിട്ടിയാലും നമ്മൾ ഓടി വരാറുണ്ട്. കാരണം ഞങ്ങളുടെ ജീവൻ ഇവിടെ കിടക്കുന്നത്. ഇതിനകത്തെ മരങ്ങളും ഈ ജീവജാലങ്ങളും എല്ലാം, ഈ ഫാമിനകത്ത് എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട്. നാട്ടിൽ കിട്ടുന്ന ചക്ക, മാങ്ങ, കപ്പ എല്ലാം. അതിൻ്റെ കൂടെ ഇവരും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് എപ്പോൾ സമയം കിട്ടിയാലും നമുക്ക് ഇങ്ങോട്ട് വരണമെന്നുള്ളൊരു ചിന്തയാണ്. കാരണം ഇവിടെ എൻ്റെ ജീവൻ കിടക്കുന്ന ഇവരാണ്. എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും ഉള്ള മരുന്ന് ഇവരാണ്. ഇവരെ കാണുമ്പോൾ നമ്മളെല്ലാം മറക്കും. ഇവരുടെ അടുക്ക ചെന്നിരിക്കുമ്പോൾ ഇവിടെ വന്ന് നമുക്ക് അവധിയുള്ള എത്ര നിൽക്കും, ആ ദിവസങ്ങളും സമയങ്ങളും പോകുന്നേ അറിയത്തില്ല. ഇവനെ നമുക്ക് കിട്ടുന്നത് ഈ പരുവത്തിലാണ് കേട്ടോ. ഇവനെ കൊണ്ടുവന്നത് ഈ പരുവത്തിലാണ്. ഇപ്പോൾ ഇവൻ എത്ര വലുതായി നോക്കിയേ. ഇപ്പോൾ ഇവിടുത്തെ രാജാവാണ് ഇവരെല്ലാവരും. നമുക്കൊന്നും ഇവിടെ ഒരു സ്ഥാനമില്ല. ഇവരാണ് നമ്മളെ ഭരിക്കുന്നത്. എൻ്റെ കുട്ടപ്പായി മാത്രമേ ഉള്ളൂ പാവം. ഇവരൊക്കെ നമ്മൾ എന്താ പറയുക, ആജ്ഞാപിക്കും അങ്ങനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ്. ഞാൻ തമാശ പറയുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഇവരെ പറ്റി ഓരോന്ന് കഥകൾ മെനയും. ദാണ്ടെ എൻ്റെ മോഡൽസിനെ കണ്ടോ. എൻ്റെ ഫാമിലെ കെയർ ടേക്കറിൻ്റെ വൈഫാണ് കേട്ടോ. അവൾക്ക് ഇവൻ്റെ ട്രോഫിയും ഇവനെ കണ്ട നാളിൽ തൊട്ട് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അവൾക്ക് ടിക്ടോക്കിൽ ഇടാനാന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചു, എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ ഇവനെ പിടിക്കാമെന്ന്. ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആദ്യമൊക്കെ ഒന്ന് പേടിച്ചൊക്കെയാണ് നിന്ന്. കുറച്ച് നേരം നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അവളെ കൊണ്ടൊന്ന് തൊഴിയിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി പേടിയൊക്കെ മാറി. പിന്നെ അവൾ ആളങ്ങ് ഉഷാറായി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഹസ്ബൻഡും എൻ്റെ പുറകിൽ നിന്ന് അവൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ടിക്ടോക്കിൽ ഇടാനാണ്. അങ്ങനെ അവന് കിട്ടിയ ട്രോഫിയൊക്കെയാണ് ഇരിക്കുന്നത്. ഒരുപാട് ട്രോഫി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വീഡിയോയ്ക്കകത്ത് അങ്ങനെ കാണുന്ന കുറേ ഇനിയും ഉണ്ട്. കുറേ വീഡിയോയ്ക്കകത്ത് ചെറുതായിട്ടാണ് കാണുന്നത്. ഇതൊരു പൂനെ ഷോയ്ക്ക് പോയ ഒരു ഫോട്ടോയാണ് അത്. ഇവനിങ്ങനെ കിടന്ന് നോക്കുക. അവിടെ എവിടെയും കോഴിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കോഴിയെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അനങ്ങാതെ എവിടെയും കിടക്കത്തില്ല. ഇങ്ങനെ കുരുത്തം കെട്ടതാണ് അതുങ്ങളെല്ലാം. പാവ, അതിനപ്പുറം കുരുത്തക്കേടുക. എനിക്ക് ഇവരോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയത്തില്ല. എൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒന്നും ഞാൻ ഡോഗിനെ ഒന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഇവരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇവരെ ഇല്ലാതെ എനിക്കൊരു ജീവിതവും ഇല്ല. നമ്മൾ കുറേ കൂടെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, നമ്മൾ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മളിങ്ങനെ വന്ന് ജീവിക്കുമ്പം നമുക്ക് നമ്മൾ ഈ ബോംബെയുടെ ഒരു തിരക്കിൽ, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്കൊരു ആശ്വാസം ഇവിടോട്ട് വരുമ്പം. ഇവർ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മറക്കാനുള്ള ഒരു മരുന്നും കൂടെയാണ് ഇവർ. നമ്മുടെ നാട്ടിലും എല്ലാവരും ഡോഗിനെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുമല്ല. പക്ഷേ നമ്മൾ അവരെ സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. നമുക്ക് പറ്റുന്നെങ്കിൽ ഇച്ചിരി ആഹാരം കൊടുക്കുക. അവർ ജനിച്ചു പോയത് നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ. പിന്നെ യഥാർത്ഥ സമയത്ത് വാക്സിനും എടുക്കുക.